അഖിലാമിസാണ്. യെസ് ഗൈസ്, നമ്മുടെ എക്സാം അല്ലെ, നമ്മുടെ ബേസിക് സയൻസിന്റെ എക്സാം ഇതാ വന്നെത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള സമയം എന്ന് പറയുന്നത് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. കാരണം എന്നാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കാനും പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താനും പറ്റുള്ളൂ. അപ്പൊ ഇന്ന് മിസ് വന്നിട്ടുള്ളത് വാട്ടർ ആൻഡ് ലൈഫ്, ജലം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ചാപ്റ്റർ ഉണ്ട് അല്ലെ, ആ ചാപ്റ്ററിന്റെ അകത്തുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് നാളത്തെ പരീക്ഷയിൽ മാർക്ക് ഉറപ്പിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, നമുക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെ, പ്രീവിയസ് ഇയറിലൊക്കെ ഇതേപോലെയുള്ള ചാപ്റ്റർ വന്ന സമയത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. സിലബസ് മാറി എന്ന് വെച്ചിട്ട് ആ ഒരു കോൺസെപ്റ്റ് ഒന്നും എങ്ങോട്ടും മാറി മറയുന്നില്ല അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മക്കൾ എന്ത് ചെയ്യുക, വളരെ ശ്രദ്ധിച്ച് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒബ്സർവ് ദ ഫോളോയിങ് പിക്ചർ, പിക്ചറൈസ് ഇറ്റ് കറക്റ്റ്ലി ഇഫ് ദർ ഇസ് എനി മിസ്റ്റേക്ക്, വിച്ച് പ്രോപ്പർട്ടി അല്ലെങ്കിൽ വാട്ട് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ ഈസ് മെൻഷൻഡ് ഇൻ ദിസ് എക്സ്പെരിമെന്റ് അല്ലെ. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, ആ ചിത്രം നമ്മൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം. ആൻഡ് നമ്മളോട് പറയാണ് അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റ് ആ ചിത്രത്തിൽ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ തിരുത്തി വരയ്ക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്ന അല്ലെങ്കിൽ ജലത്തിന്റെ ഏത് പ്രോപ്പർട്ടിയാണ്, ഏത് പ്രത്യേകതയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, എഴുതുകയും വേണം. അപ്പൊ നന്നായിട്ട് നമ്മൾ ആ ചിത്രം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അല്ലെ, 3 വ്യത്യസ്ത പാത്രങ്ങളുണ്ട്, അവിടെ ജലം നിറച്ചു വെച്ചിരിക്കുന്നുണ്ട്, അവിടെ തമ്മിൽ ഇതാ എന്ത് കാണുന്നുണ്ട്, നമ്മൾ ഒരു കണക്ഷനും നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലായി ഈ ചിത്രം കംപ്ലീറ്റ്ലി റോങ് ആണ്. കാരണം ഇവിടെ ജലം അല്ലെങ്കിൽ വാട്ടർ എന്ന് പറയുന്നത് ഒരേ ലെവലിലല്ല നിൽക്കുന്നത് അല്ലെ. ഇവിടെ ഇതാ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ മുകളിലായിട്ടാണ്, ഇവിടെ താഴ്ന്നിട്ടാണ് അല്ലെ. ആ ലെവൽ എന്തല്ല, സെയിം ഒരൊറ്റ സ്കെയിൽ വെച്ചതുപോലെ ഒരൊറ്റ ലൈനിലല്ല കാണപ്പെടുന്നത്. എന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ജലത്തിന്റെ പ്രത്യേകതയാണ് വാട്ടർ മെയിൻറ്റെയിൻ ഇറ്റ്സ് ലെവൽ അല്ലെ. വാട്ടർ ലെവൽ എന്ന് പറയുന്നത് അതിന്റെ ഒരു പ്രത്യേകതയാണ്. ജലം എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, യെസ്, ജലം വിധാനം പാലിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടീനെ വെച്ചുകൊണ്ട് നമുക്ക് ഈ ചിത്രത്തിനെ എന്ത് ചെയ്യണം, നമ്മൾ മാറ്റി വരയ്ക്കണം. മാറ്റി വരയ്ക്കുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ. എന്താ ചെയ്യേണ്ടത്, ഒന്നുമില്ല, എല്ലാ പാത്രങ്ങളിലും ഒരേ ലെവലിൽ അല്ലെ, അളവല്ല പറയുന്നത്, ഒരേ ലെവൽ അല്ലെ, ഒരേ ലെവലിലായിരിക്കണം നമ്മുടെ ജലം അല്ലെങ്കിൽ വാട്ടർ നിൽക്കേണ്ടത്. അപ്പൊ നമ്മളിതാ ഇവിടെ നിങ്ങളിതാ ഇങ്ങനെ തുടങ്ങി, നമ്മൾ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു അല്ലെ എല്ലാ പാത്രങ്ങളിലും കൂടെ. അപ്പൊ നമ്മളിതാ ഇവിടെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അടുത്തതിലേക്ക് പോകുമ്പോഴും എന്ത് ചെയ്യുക, അതേ രീതിയിൽ മിസ് ഇവിടെ സ്കെയിലൊന്നും വെക്കാതെയാണ് വരയ്ക്കുന്നത്. എന്റെ മക്കളെ എക്സാമിന് ചോദിച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, സ്കെയിലൊക്കെ യൂസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് അല്ലെ, കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ആ വാട്ടർ ലെവൽ ജലവിധാനം നമ്മൾ എന്ത് ചെയ്യുക, പാലിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, വരയ്ക്കുക. കാരണം ജലം എപ്പോഴും, ജലത്തിന്റെ കയ്യിൽ സ്കെയിലൊന്നുമില്ല, പക്ഷെ അത് എപ്പോഴും എന്ത് ചെയ്യും, ഈ പറഞ്ഞ വാട്ടർ ലെവൽ അല്ലെ, ജലവിധാനം എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ നമ്മൾ ഓർത്തു വെക്കുക, വാട്ടർ അല്ലെ, വാട്ടർ മെയിൻറ്റെയിൻ ഇറ്റ്സ് ലെവൽ. ഓക്കെ, വാട്ടർ മെയിൻറ്റെയിൻ ഇറ്റ്സ് ലെവൽ. ജലം എന്ത് ചെയ്യുന്നുണ്ട്, ജലം വിധാനം പാലിക്കുന്നു, ജലം വിധാനം പാലിക്കുന്നു. ഈ കാര്യം നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഓർത്തു വെക്കുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ പോയിന്റിനും കൂടെ എന്തുണ്ട്, നമുക്ക് മാർക്ക് ഉണ്ട്. നമ്മൾ ചിത്രം വരയ്ക്കുക മാത്രമല്ല, ഏത് പ്രോപ്പർട്ടിയാന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാര്യം കൂടെ നമ്മൾ എഴുതിയിരിക്കുന്നു. വെരി ഇമ്പോർട്ടന്റ് കേട്ടോ, മക്കൾ മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ കാരണം നമ്മൾ എന്താണ് കൃത്യമായിട്ട് ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എവിടെ എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ജലം എന്ത് ചെയ്യും, ആ ഒരു ജലവിധാനം അല്ലെ, ആ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് ഓൾവേസ് അത് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതും അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം അല്ലെ. അതായത് കംപ്ലീറ്റ് ദ ടേബിൾ ആണ്, ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ടേബിൾ വായിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് മനസ്സിലാവും. ദാ ഹെഡിങ് ഉണ്ട് അല്ലെ, ഇവിടെ സൊല്യൂഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്, ഇവിടെ സൊല്യൂട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത ടേബിളിൽ ഹെഡിങ് ഒന്നും കൊടുത്തിട്ടില്ല, അത് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. മലയാളം ദാ മിസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ലായനി ഉണ്ട്, ലീനമുണ്ട്, ഇവിടെ എന്താണെന്ന് എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്കറിയാം അല്ലെ, ഒരു ലായനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനവും ലായകവും ചേർന്നിട്ടാണ്. അപ്പൊ നമുക്കിവിടെ എഴുതാം, ലീനവും ലായകവും ചേർന്നിട്ടാണ് ഈ ഒരു ടേബിൾ എന്ന് പറയുന്ന സമയത്ത് ആ ഒരു കോളത്തിന്റെ, ലായനം എന്നായി അല്ലെ, ലായകം. ഓക്കെ, ആ ഒരു കോളത്തിന്റെ ഹെഡിങ് എന്ന് പറയുന്നത് ലായകമായിരിക്കും. ഇംഗ്ലീഷിലാണെങ്കിൽ എന്ത് പറയും നമ്മൾ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, സൊല്യൂട്ട് പ്ലസ് എന്താണ്, സോൾവെന്റ്. സൊല്യൂട്ടും സോൾവെന്റും ചേർന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, സൊല്യൂഷൻ കിട്ടുന്നത് എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ സൊല്യൂട്ട് ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട്, സൊല്യൂഷൻ ഇപ്പുറത്തുണ്ട്. അപ്പൊ അവിടെ എന്തായിരിക്കും, നമുക്ക് എന്തായാലും നമുക്ക് പറയാം അല്ലെ, അവിടെ എന്തായിരിക്കും, നമ്മുടെ സോൾവെന്റ് അല്ലെ, നമ്മുടെ സോൾവെന്റ് ആയിരിക്കും ആ ഒരു കോളത്തിന്റെ ഹെഡിങ് എന്ന് പറയുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ നമ്മൾ എഴുതി കൊടുക്കുന്നു. ഓക്കെ, ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് വേണമെങ്കിൽ മിസ് അവിടെ എഴുതി തരാം. റെഡി? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, ആ
ഒരു കാര്യം, അതായത് സൊല്യൂട്ടും സോൾവെന്റും കൂടെ ചേർന്നിട്ടേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, സൊല്യൂഷൻ കിട്ടുള്ളൂ അല്ലെ. ലീനവും ലായകവും ചേർന്നിട്ടാണ് നമുക്ക് ലായനി കിട്ടുന്നത്. എന്റെ മക്കള് ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് മനസ്സിൽ ഓർത്തു വെച്ചേക്കുക, ഏത് സൊല്യൂഷൻ ആയിക്കോട്ടെ അല്ലെ, ഏത് ലായനി ആയിക്കോട്ടെ, അതിനകത്ത് കുറഞ്ഞ അളവിൽ ചേർക്കുന്ന ആളായിരിക്കും എപ്പോഴും എന്തായിട്ട് വരുന്നുണ്ടാവുക, സൊല്യൂട്ട് അല്ലെ, ലീനമായിട്ട് വരുന്നുണ്ടാവുക. കൂടിയ അളവിൽ നമ്മൾ എടുക്കുന്നത് മിക്കവാറും നമ്മുടെ ജലം അല്ലെ, വാട്ടർ ആയിരിക്കും, അതായിരിക്കും എന്തായിട്ട് വരുന്നുണ്ടാവുക, സോൾവെന്റ് ആയിട്ട്, ലായകമായിട്ട് വരുന്നുണ്ടാവുക. ഇത് നമ്മുടെ ഒരു എന്താണ് ട്രിക്കാണ്. ഇത് മനസ്സിൽ വെച്ചോണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഫില്ല് ചെയ്യാം. ബാക്കി ഡെഫിനിഷൻ ഒക്കെ നമുക്കറിയാം അല്ലെ, ലയിച്ച് ചേരുന്നത്, ഡിസോൾവ് ആയി പോകുന്ന ആളാണ് ആര്, സൊല്യൂട്ട് അല്ലെങ്കിൽ ലീൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓർക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, യെസ്, കുറഞ്ഞ അളവിലുള്ള ആളെന്നുള്ളത്, കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ചേർക്കുന്ന ആളെന്നുള്ളത് അവിടെ മനസ്സിൽ വെച്ചേക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോന്നായിട്ട് നോക്കുകയാണ്. ആദ്യം തന്നെ ഷുഗർ സൊല്യൂഷൻ ഉണ്ട്. ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഷുഗർ ആണ് അവിടുത്തെ എന്ത്, സൊല്യൂട്ട് എന്ന് പറയുന്നത്. വാട്ടർ ആയിരിക്കും അവിടുത്തെ എന്ത്, സോൾവെന്റ് എന്ന് പറയുന്നത്. കുറച്ചൊരു ഗ്ലാസ് വാട്ടറിൽ ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷുഗർ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ രീതിയിൽ നമുക്ക് അത് എന്ത് ചെയ്യാം, ആൻസർ ചെയ്താം. സോൾട്ട് സൊല്യൂഷൻ ഓൾറെഡി നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലെ. സോൾട്ട് സൊല്യൂട്ട് ആണ്, വാട്ടർ സോൾവെന്റ് ആണ്. ആൻഡ് സോഡ വാട്ടർ, വെരി ഇമ്പോർട്ടന്റ്. സോഡ വാട്ടർ എന്ന് പറയുന്ന സമയത്ത് അവിടെ കൊണ്ടുപോയിട്ട് എന്റെ മക്കള് സോഡ എന്ന് എഴുതരുത്. മിക്കവാറും മക്കള് തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. കാരണം സോൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ, അല്ലെങ്കിൽ ഉപ്പ് ലായനി, പഞ്ചസാര ലായനി, അതിലൊക്കെ എന്താണ് ആദ്യം പറയുന്നത്, നമ്മുടെ ഉപ്പും പഞ്ചസാരയൊക്കെയാണ് സൊല്യൂട്ട് അല്ലെങ്കിൽ ലീൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ സോഡ വാട്ടർ അല്ലെങ്കിൽ സോഡാ ജലം എന്ന് കാണുന്ന സമയത്ത് ആദ്യം കയറി സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനം സോഡ എന്ന് എഴുതരുത്. കംപ്ലീറ്റ് എന്താണ്, തെറ്റാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കുക, ഒരു വാതകമാണ് അല്ലെ, നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം. ഓക്കെ, അപ്പൊ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അവിടുത്തെ എന്ത്, സൊല്യൂട്ട് എന്ന് പറയുന്നത്. സോൾവെന്റ് നോർമൽ നമ്മുടെ എന്ത് തന്നെയാണ്, വാട്ടർ തന്നെയാണ് അല്ലെ. ഇപ്പൊ മലയാളത്തിലാണെങ്കിൽ ഉപ്പ് വെള്ളം, ഉപ്പാണ്, യെസ്, ജലം അല്ലെ. പഞ്ചസാര, ഓക്കെ, അതിന്റെ ഓർഡർ ചെറിയതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണുള്ളത്. അടുത്തത് സോഡാ വെള്ളമാണ് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സോഡാ വെള്ളത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എഴുതുക കേട്ടോ, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്. ഒരിക്കലും മക്കൾ പോയിട്ട് സോഡ എന്ന് എഴുതി വെക്കരുത്. അതാണ് മിസ് എടുത്തു പറയുന്നത്. ഓക്കെ, ജലമാണ്. പഞ്ചസാര വെള്ളമാണെങ്കിൽ എഗെയിൻ എന്ത് തന്നെ, നമ്മുടെ പഞ്ചസാര അല്ലെ, പഞ്ചസാര ജലത്തിൽ ലയിപ്പിച്ചിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, പഞ്ചസാര ലായനി കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഓർത്തു വെക്കേണ്ട കാര്യം, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ലീനം ലായകത്തിൽ ലയിച്ചിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമ്മുടെ ലായനി കിട്ടുന്നത് അല്ലെ. അപ്പൊ മക്കൾ നോക്കാം, മിക്കതിലും വാട്ടർ, ജലമാണ് കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സാർവിക ലായകം, യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ എന്ത് ചെയ്യാം, നമുക്ക് ഇനിയും കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ ലൈവിലായിട്ട് ഇന്ന് ഇപ്പൊ നമ്മൾ എന്താണ് ഫുൾ ഷുവർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ കറക്റ്റ് ടൈമിൽ തന്നെ മക്കൾക്ക് ജോയിൻ ചെയ്യുക. അതുപോലെ നമ്മുടെ ഷോർട്ട് വീഡിയോസും നിങ്ങൾ കാണുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ അതിലൂടെയും മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ മിസ് പറയാണ്, നമ്മുടെ പൃഥ്വി ബാച്ച്, മക്കൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് നമ്മുടെ പൃഥ്വി എന്ന് പറയുന്നത്. അപ്പൊ ക്രിസ്മസ് ഓഫർ ഉണ്ട് അവിടെ. അതായത് നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് നമ്മുടെ റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 899 അല്ലെ, 899 രൂപ മാത്രം മതി. അപ്പൊ നമ്മുടെ പൃഥ്വി ബാച്ചിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത മക്കൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വേഗം തന്നെ ജോയിൻ ചെയ്തേക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ആരും ഒന്നുകൊണ്ടും പേടിക്കേണ്ട, എക്സാം ഒക്കെ വളരെ ഈസി ആയിരിക്കും. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ.